നമസ്കാരം. മെയ് മാസത്തെ ഉഷ്ണ ചൂടിനെക്കാട്ടും വലിയൊരു ഷോക്കുമായിട്ട് നമ്മുടെ KCB വന്നു അല്ലേ? നിങ്ങളെല്ലാവരും വീട്ടിൽ 10,000 20,000-ൻ്റെ ബില്ലുകൾ വന്നിട്ടുണ്ടാകും. അത് ഏറ്റവും കൂടുതൽ സോളാർ ചെയ്ത ആൾക്കാർക്കായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്താണ് ഇവിടെ സംഭവിച്ചത്? നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ KG ഫ്രാൻസിസ്, ഹോം ടെക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കറക്റ്റായിട്ട് 2 വീക്സ് അല്ലെങ്കിൽ 1 വീക്സിനുള്ളിൽ ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ പീരിയോഡിക് സർവീസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും കറണ്ട് ബില്ല് ആർക്കും വരത്തില്ല. അപ്പോൾ എല്ലാവരുടെയും വിചാരം അത് നമുക്ക് ഏപ്രിൽ മാസത്തിൽ എടുത്ത് യൂസ് ചെയ്യാം എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത്. പക്ഷേ KCB പെട്ടെന്ന് ഒരു ദിവസം ഇത് മാർച്ച് മാസമാക്കി ഇത് ക്ലോസിംഗ് ടൈം. പിന്നെ ഏറ്റവും കൂടുതൽ കൺസപ്ഷൻ നടക്കുന്ന മാസങ്ങളുമാണിത്. ഏറ്റവും കൂടുതൽ ചൂടാണ്, എല്ലാവരും AC കാര്യങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. ഇവർക്ക് എല്ലാവർക്കും ഈ ആവറേജ് ഇപ്പം യൂണിറ്റ് അല്ല, ആവറേജ് ഇപ്പം എമൗണ്ട് പറയുകയാണെങ്കിൽ ഒരു 3 kW ചെയ്ത ഒരാൾക്ക് മാക്സിമം ഒരു 5,000 രൂപ തൊട്ട് 6,000 രൂപയുള്ള കറണ്ട് ബില്ല് സീറോ ബില്ലിംഗ് ആവത്തുള്ളൂ. ചില സ്ഥലത്തൊക്കെ വോൾട്ടേജ് കൂടുതൽ വോൾട്ടേജ് കുറയും വരുമ്പോൾ ഇൻവെർട്ടർ ട്രിപ്പ് ആവും. അത് കസ്റ്റമർ ശ്രദ്ധിക്കണമെന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡി ഇപ്പം നിർത്തത്തില്ല. അത് ഈ സോളാർ കമ്പനിക്കാരും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഒരു ക്യാമ്പയിനൊക്കെ ആയിട്ട് പെട്ടെന്ന് സബ്സിഡി അടുത്ത ഇപ്പം മാർച്ച് 30% നിർത്തുമെന്നും പറഞ്ഞിട്ട് വലിയൊരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വർക്ക് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്. സബ്സിഡിയിൽ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ സബ്സിഡിയിൽ ഇപ്പം എല്ലാ പ്രൊഡക്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ഗുണം സാർ. അപ്പോൾ പല രീതിയിൽ സ്ലാബ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചിലപ്പോൾ ഇനി 5 kW ചിലപ്പോൾ സബ്സിഡി കുറയ്ക്കാം. ഇപ്പോഴും ആൾക്കാർ പാനലിൻ്റെ എണ്ണം നോക്കുന്നവരുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞാൽ ഒരിക്കലും നോക്കരുത്, വാട്ട്സ് മാത്രം നോക്കുക. നമ്മളൊന്നും നോക്കണ്ട, നമുക്ക് 1 kW 1000 വാട്ട്സ് എന്ന് മാത്രം കണക്ക് കൂട്ടിയാൽ മതി. ഈ ACDB DCDB തന്നെ ലോ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഉണ്ട്. ഈ പാനലിൽ ഇൻവെർട്ടറിൽ മാത്രമല്ല, ആ DB ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചാറ്റമഴ പെയ്താൽ തന്നെ അതിൻ്റെ അകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ കയറും. ഇതിൻ്റെ അകത്ത് സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രാൻഡഡ് ആയിരിക്കും. പണ്ട് നമ്മൾ വീട്ടുകളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 25-30 കൊല്ലമായി സർവീസ് വയറൊക്കെ ആയിരിക്കും. അപ്പോൾ പല സ്ഥലത്തും അതിന് ലോസും കാര്യങ്ങളൊക്കെ വരും. അത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ പൈസ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് സോളാറൊക്കെ വയ്ക്കും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലൊരു എമൗണ്ട് ഉണ്ട്, വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം സോളാറിലേക്ക് ചെയ്യുമായിരിക്കും ഏറ്റവും ബെറ്റർ. പലവരും പ്രൊഡക്ഷനും കാര്യങ്ങളും നോക്കില്ല. പിന്നെ വർക്കൊക്കെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ സാറേ ഒരു സൈറ്റൊക്കെ പോയി നോക്കാൻ പറയണം കസ്റ്റമേഴ്സിൻ്റെ. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. കാരണം എന്തുകൊണ്ടാണ് KCB ഇത്രമാത്രം കൂടി വന്നത് പലർക്കും. എൻ്റെ കൂടെ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷിയാബുണ്ട്, സഫലുണ്ട്. ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. കാരണം നമ്മൾ മുൻപ് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഷിയാബ് തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. ഷിയാബ് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞുതരാം, എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏപ്രിൽ മാസത്തെ ബില്ല് എന്ന് പറഞ്ഞാൽ മെയിലായിരിക്കും വരണ്ടാവുക. മെയിൽ എല്ലാവർക്കും ഇതുപോലൊരു ഷോക്ക് അടിപ്പിക്കുന്ന ബില്ല് KCB എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞുതരാമോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ വെച്ചവർക്ക് മാത്രമല്ല, സോളാർ ഇല്ലാത്തവർക്ക് ഇത് ഒരുപോലെ ബാധകമാണിത്. പക്ഷെ സോളാർ വെച്ചിരിക്കുന്നവർക്ക് ഭയങ്കര ടെൻഷനുമാണ്. അല്ല, അവർക്കാണ് കൂടുതൽ ടെൻഷൻ ഉണ്ടായതായിട്ട് തോന്നുന്നത്. കാരണം വെച്ചാൽ വീട്ടില് ശരിക്കും പറഞ്ഞാൽ സീറോ ബില്ലൊക്കെ ആയിരുന്ന ആൾക്കാർക്ക് 1000-ും 10,000-ന്റെ ഒക്കെ ബില്ല് വന്നപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു. ശരിക്കും അത് എന്താ അതിന്റെ പിന്നിൽ സംഭവിച്ചത്? മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോളാർ ഇപ്പോൾ ഒരു 3 kW അല്ലെങ്കിൽ ഒരു 5 kW എത്ര ചെയ്താലും നമ്മൾ ഉപയോഗിക്കുന്ന കൺസപ്ഷൻ കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് നമുക്ക് നെക്സ്റ്റ് മന്തിലേക്ക് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ KCB ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ സെപ്റ്റംബർ ടു സെപ്റ്റംബർ ആയിരുന്നു ഇത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ മാസത്തെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മാർച്ചിന് മുമ്പുള്ള ഫെബ്രുവരിയിലത്തെ ബില്ല് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അവരുടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കിടക്കുന്ന യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ 600 അല്ലെങ്കിൽ 500 യൂണിറ്റുകൾ, ചില 3 kW ഒക്കെ ആൾക്കാരാണെങ്കിൽ ഒരു 120-200 യൂണിറ്റുകൾക്ക് ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും വിചാരം അത് നമുക്ക് ഏപ്രിൽ മാസത്തിൽ എടുത്ത് യൂസ് ചെയ്യാം എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത്. പക്ഷേ KCB പെട്ടെന്ന് ഒരു ദിവസം ഇത് മാർച്ച് മാസമാക്കി ഇത് ക്ലോസിംഗ് ടൈം. മാർച്ച് മാസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫെബ്രുവരി മാർച്ച് മാസത്തിലെ മാർച്ച് 31 വരെയുള്ള യൂണിറ്റ് മാത്രമാണ് നമുക്ക് ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏപ്രിൽ മാസം മുതൽ പുതിയ റീഡിങ്ങിലേക്ക് കയറി വന്നു അല്ലേ? അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ മീറ്റർ സീറോയിലേക്ക് സെറ്റ് ചെയ്തപ്പെട്ടു. അപ്പൊ ശരിക്കും ഏറ്റവും കൂടുതൽ കറണ്ട് കൺസപ്ഷൻ ഉള്ള ഈ മെയ് മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇനീഷ്യൽ ബില്ല് കൂടുതലായിരിക്കും. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് തന്നെ എക്സസ് ആയിട്ടുള്ള യൂണിറ്റ് 2.65 രൂപ ഇതാണ് KCB തരുന്നുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ലാഭകരം അല്ല സോളാർ വെച്ചിരിക്കുന്നവർ. പിന്നെ ഏറ്റവും കൂടുതൽ കൺസപ്ഷൻ നടക്കുന്ന മാസങ്ങളുമാണിത്. ഏറ്റവും കൂടുതൽ ചൂടാണ്, എല്ലാവരും AC കാര്യങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. തീർച്ചയായും. പക്ഷേ ഈ മാർച്ച് മാസത്തില് ഈ ക്ലോസിംഗ് ടൈം ആർക്കും അങ്ങനെ വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു സോളാർ ചെയ്തവർക്ക്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത്. അത് കാരണം ആൾക്കാർ എല്ലാവരും എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂസ് ചെയ്തു, 1, 2, 3 AC ഇട്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, 3 kW 5 kW ചെയ്യുന്ന കസ്റ്റമേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം 3 kW ചെയ്തവർക്ക് 12 യൂണിറ്റ് മാത്രമാണ് പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ ഈ സൺലൈറ്റ് കൂടിയുള്ള സമയത്ത് 15-16 പോകാം. അതുപോലെ തന്നെ 5 kW ആണെങ്കിൽ 20 യൂണിറ്റ്സിന് മുകളിലേക്ക് മാത്രമാണ് അവർക്ക് പ്രൊഡക്ഷൻ ഉള്ളൂ.
ഇവർക്ക് എല്ലാവർക്കും ഈ ആവറേജ് ഇപ്പം യൂണിറ്റ് അല്ല ആവറേജ് ഇപ്പം എമൗണ്ട് പറയുകയാണെങ്കിൽ ഒരു 3 കിലോവാട്ട് ചെയ്ത ഒരാൾക്ക് മാക്സിമം ഒരു 5000 രൂപ തൊട്ട് 6000 രൂപയുള്ള കറണ്ട് ബില്ല് സീറോ ബില്ലിംഗ് ആവത്തുള്ളൂ. അതെ, 5 കിലോവാട്ട് ആണെങ്കിൽ 10,000 എബവ് മാത്രമാണ് കറണ്ട് ബിൽ, ഒരു മാക്സിമം ഒരു 1000 അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വരാം. പക്ഷേ ഇതെല്ലാവരും ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സോളാർ വെച്ച കറണ്ട് ബില്ല് സീറോ ചെയ്യുന്നത്, അത് അങ്ങനെ ഒരിക്കലും കറണ്ട് ബില്ല് അല്ല. ഇത് ഞാനും പലതവണ പലയിടത്തും കേട്ടിട്ടുണ്ട്. അതായത് സോളാർ വെച്ച് കറണ്ട് ബില്ല് സീറോ ആവും. ആ കൺസെപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, അല്ലേ? അതായത് നമ്മൾ 3 കിലോ വാട്ടാണ് സോളാർ ചെയ്യുന്നത്, 3 കിലോ വാട്ടിന്റെ കൺസെപ്ഷൻ നമ്മൾ ചെയ്യാവൂ. അതിൽ കൂടുതൽ വന്നതിന് ഓട്ടോമാറ്റിക്കലി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട ഈ സോളാർ വെച്ചൊന്നും പറഞ്ഞ് 2-3 AC കിട്ടുന്ന ആൾക്കാർക്ക് സ്ഥിരം കിടന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ബില്ലടിച്ചപ്പോൾ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി കറക്റ്റ്. പക്ഷേ ഇവർക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ സാർ. എല്ലാ കസ്റ്റമേഴ്സിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരുപാട് ചെയ്ത് കൊടുക്കുന്ന ഏതൊരു കമ്പനിയാണോ അവർ കറക്റ്റായിട്ട് കസ്റ്റമറിന് ഒരു ക്ലാസ് പോലെ ഇത് കണക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇത് ഓരോ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കറക്റ്റായിട്ട് ഒരു ദിവസം എത്ര പ്രൊഡക്ഷൻ ഉണ്ട്, കഴിഞ്ഞ മാസം എത്ര പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു ആവറേജ് ഒരു 1 ഇയറിലേക്ക് എത്ര പ്രൊഡക്ഷൻ നമുക്ക് വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് ഫോണിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇനി അഥവാ അത് അറിയാൻ പറ്റില്ലാത്ത കസ്റ്റമേഴ്സ്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കമ്പനിയിലേക്ക് ഡയറക്റ്റ് വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓഫീസിലും ഇത് മോണിറ്റർ ചെയ്യാൻ എല്ലാ ഓഫീസിലും സ്റ്റാഫുകളുണ്ട്. സോളാർ എനിക്ക് തോന്നുന്നത് മെജോറിറ്റി കമ്പനികളും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാഫുകൾ ഇത് പറയാൻ റെസ്പോൺസിബിൾ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓഫായി കിടന്നു കഴിഞ്ഞാലും അറിയില്ല. നമ്മൾ ഞങ്ങൾക്ക് ഓഫായി കിടന്നു കഴിഞ്ഞാൽ കസ്റ്റമർ ബില്ല് വരുമ്പോഴായിരിക്കും അറിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ലീനിങ് ഒക്കെ പ്രോപ്പർ അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പ്രൊഡക്ഷൻ കുറയും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല സൺലൈറ്റ് ഉള്ള സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ വരേണ്ട സമയം ഈ 3 കിലോ വാട്ട് ചെയ്തവർക്ക് 4 കിലോ വാട്ട് 5 കിലോ വാട്ടിൻ്റെ അടുത്ത് വരും പ്രൊഡക്ഷൻ വരുന്നവരുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ പാലക്കാട് സൈഡിലൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ ചെക്ക് ചെയ്യാൻ ഇവർ കറക്റ്റായിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഓഫീസിലുണ്ടെങ്കിൽ ആൾ കറക്റ്റായിട്ട് 2 വീക്സ് അല്ലെങ്കിൽ 1 വീക്സിനുള്ളിൽ ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ പീരിയോഡിക് സർവീസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും കറണ്ട് ബില്ല് ആർക്കും വരത്തില്ല. പക്ഷേ ഈ മാസം എല്ലാവരും നോക്കുന്നുണ്ട്. ഈ മാസം ഇപ്പോൾ എല്ലാ സോളാർ കമ്പനികൾക്കും ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ ചെന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ സർവീസ് പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പ്രൊഡക്ഷൻ നിൽക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം ഓഫീസിൽ ഒരാൾ പ്രൊഡക്ഷൻ ചെക്ക് ചെയ്യണം. അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്തു കൊടുത്ത സോളാർ കമ്പനിക്കാർ പ്രൊഡക്ഷൻ ചെക്ക് ചെയ്യുന്നില്ലെങ്കിൽ കസ്റ്റമേഴ്സ് പ്രൊഡക്ഷൻ ചെക്ക് ചെയ്യുന്നത് നിർബന്ധമാണ്. എന്നാൽ മാത്രമാണ് ഇതൊക്കെ ചെയ്തിട്ട് കാര്യം ഉണ്ടായിരിക്കുള്ളൂ. അപ്ഡേഷൻസ് ഒരേ ദിവസം മാറി വന്നുകൊണ്ടിരിക്കും. ആപ്ലിക്കേഷൻ്റെ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ഫോണിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇൻവേർട്ടർ ചിലവരുടെ വോൾട്ടേജ് വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ചില സ്ഥലത്തൊക്കെ വോൾട്ടേജ് കൂടുതൽ വോൾട്ടേജ് കുറയും വരുമ്പോൾ ഇൻവേർട്ടർ ട്രിപ്പ് ആവും. അത് കസ്റ്റമർ ശ്രദ്ധിക്കണമെന്നില്ല. കസ്റ്റമർ ചിലപ്പോൾ പോണ വഴിക്ക് ചിലപ്പോൾ ഓൺ ആയിരിക്കും, ചിലപ്പോൾ ആ ട്രിപ്പായി ചിലപ്പോൾ 1, 2, 3 മണിക്കൂർ കിടക്കേണ്ടായിരിക്കും. വോൾട്ടേജ് കറക്റ്റ് ആകുമ്പോൾ വീണ്ടും ഇൻവേർട്ടർ സ്റ്റാർട്ട് ആവുകയും ചെയ്യും. ഇപ്പോൾ ഷിയാബ് പറഞ്ഞ ഈ വോൾട്ടേജ് ഇഷ്യൂ ഉണ്ടല്ലോ, ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു മോസ്റ്റ് കോമൺലി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു കൺസെപ്ഷൻ ഒന്നും അത് ഭയങ്കര കൂടുതലാണ്. ഇതിനനുസരിച്ച് ചിലപ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടാവണമെന്നില്ല. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ശരിക്കും ആക്ച്വലി ഒരു കണക്ഷൻ ലോഡെന്നും പറഞ്ഞ് KCB ഇനീഷ്യലി എടുക്കുന്നതിനേക്കാട്ടും കൂടുതൽ എക്യുപ്മെന്റ്സ് പിന്നീട് വരുന്നത് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും ആക്ച്വലി ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യൂലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുതിയ വീട് പണിയുകയാണെങ്കിൽ നോർമലി നമ്മുടെ ടെമ്പററി കണക്ഷൻ മാറി പെർമനന്റ് കണക്ഷൻ ആകുമ്പോൾ വയർമാൻ ഒരു സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നമ്മൾ കണക്റ്റിലോട് കൊടുക്കും. അന്നേരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് എക്യുപ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ജസ്റ്റ് പോയിന്റ്സ് ഏതൊക്കെയാണോ അതിന്റെ അഗേൻസ്റ്റ് ഉള്ള ലോഡായിരിക്കും മാർക്ക് ചെയ്ത് പോകും. ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ KCBയിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടാവില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു ട്രാൻസ്ഫോമർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഏരിയക്ക് കവർ ചെയ്ത് കിട്ടാനുള്ളതാണ്. ആ കൺസെപ്റ്റിനോട് എത്രയാണോ KCBയിൽ ലിസ്റ്റിലുള്ളത് അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറായിരിക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ഈ കണക്റ്റിലൂടെ ആഡ് ഓൺ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി കൂടിയിട്ടില്ല. കാരണം KCBയിൽ നമ്മളത് ഇൻഫോം ചെയ്തിട്ടില്ല. അത് ഇൻഫോം ചെയ്താൽ മാത്രമേ അവർക്ക് അതിനകത്ത് കപ്പാസിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. ഈ കപ്പാസിറ്റി കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷന്റെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും ഞാനിതേ ഇതെന്താ കൂടുതലായിട്ട് ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാരും ഈ ഇതെല്ലാം ചെയ്തിട്ട് ഒളിച്ച് വെക്കും ഇതെല്ലാം. അതായത് KCB അടുത്തൊന്നും പറയാതെ ശരിക്കും പല ആൾക്കാരും വീടിന് കണക്ഷനിലൂടെ കുറച്ച് കാണിച്ചിട്ട് കറണ്ട് കണക്ഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ എന്താ പേടിക്കുന്നത് വെച്ചാൽ ഇനീഷ്യലി KCBയിൽ കുറെ പൈസ അടക്കേണ്ടി വരുമല്ലോ കണക്ഷനിലോട് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇല്ല, അതെന്താ സംഭവിച്ചത്? ഇത് ഈ ഇലക്ട്രീഷ്യന്മാരും മറ്റും പറയുന്നതുകൊണ്ടായിരിക്കാം അത് കൂടുതൽ ആൾക്കാർ അങ്ങനെ ചിന്തിക്കേണ്ടവർ. അപ്പോൾ ഇത് പക്ഷെ കണക്ഷനിലോട് കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ KCB ഒരു 10,000 രൂപ ചോദിച്ചാൽ ആൾക്കാർക്ക് അതെന്ത് വലിയ ഈ പൈസ ഒന്നും തിരിച്ചു കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ ഈ കണക്ഷനിലോട് കൂട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഫ്ലക്ച്വേഷൻ മാറുള്ളൂ എന്ന് പലരും ചിന്തിക്കുന്നില്ല. അതല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്കറിയാം, പേഴ്സണലി അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി കഴിഞ്ഞ മാസം വരെ KCBയിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാകും. കഴിഞ്ഞ കൊല്ലം തൊട്ട് തുടങ്ങിയതാണ്. അവരത് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. ഇനിയിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് അറിയില്ല.
അപ്പോൾ അന്നേരം നമുക്ക് ജസ്റ്റ് ഒരു ഫോം കിട്ടും. ആ ഫോം ശരിയാണ്. ഞാനും എൻ്റെ വീട് കഴിഞ്ഞ മാസം ഒരു 30-ാം തീയതി കുളിച്ച് എൻ്റെ ഇതുപോലെ ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു ഓവർസിയറാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എന്നെ പോലെ കണക്ഷനോടെ കൂടും. അപ്പം ഞാനും പേടിച്ചു, ദൈവം പൈസ കൂടുതലോ വരും. പുള്ളി പറയില്ല, അത് ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും അത് അങ്ങനെ ചോയ്സസ് ഉണ്ട് അല്ലേ. KCB ഇതിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ആ കണക്റ്റിലൂടെ എത്രയാണോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും, അതായത് നമ്മുടെ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്നും മെഷർ ചെയ്ത് അതിനകത്ത് വാട്ട്സ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് എണ്ണം എത്രയാണെന്ന് കൂട്ടിയിട്ട് ടോട്ടലാക്കി കാണിച്ചു കൊടുത്താൽ മാത്രം മതിയായി. ചെയ്യുന്നവർ പറഞ്ഞേക്കണം. ഓൾറെഡി എൻ്റെ ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ പുതിയത് വരും, അപ്ഡേഷൻ വരും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും ഇത് ടെൻഷനായിട്ടാണ് ഈ ചെയ്യാതിരിക്കുന്നത്. കറക്റ്റ്. അല്ല, ഇത് വലിയ ഫോർമാലിറ്റി ഇല്ല. അത് ഞാൻ ചെയ്തുകൊണ്ടുള്ള അത് കൃത്യമായിട്ട് പറഞ്ഞത്. കാരണം ഇത് വലിയ ഫോർമാലിറ്റി ഒന്നും ഇല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കണക്ഷനോട് കൂട്ടാകുന്ന നേരത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീട്ടിലുള്ള ഇതിൻ്റെയൊക്കെ ഫ്ലക്ച്വേഷൻ കുറയും എന്നുള്ളതാണ്. ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. കാരണം നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലേക്ക് മിന്നിങ് പോലെയൊക്കെ കത്തുവരുന്നത് ഇടയ്ക്കിടയ്ക്ക്. ഈ ഒരു സാധനം കഴിഞ്ഞ മാസം കഴിഞ്ഞപ്പോൾ മാറി. പിന്നെ ഇല്ല സാറേ, പിന്നെ നമ്മുടെ സർവീസ് വെയർ ഇല്ലേ, സർവീസ് വെയറും ജസ്റ്റ് നോക്കണം നല്ലതായിരിക്കും. പണ്ട് നമ്മൾ വീടുകളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 25-30 കൊല്ലമായി സർവീസ് വെയറൊക്കെ ആയിരിക്കും. അപ്പോൾ പല സ്ഥലത്തും അതിന് ലോസും കാര്യങ്ങളൊക്കെ വരും. അത് പൊട്ടിയിട്ടൊക്കെ ആയിരിക്കും, ചിലവർ ചിലപ്പോൾ ജസ്റ്റ് ജോയിൻറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും യൂസ് ചെയ്തത്. അപ്പം ഈ സർവീസ് വെയർ ഒരുപാട് പഴക്കം കാലം ചെന്നതാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മാത്രം മതി. അതിനും ഒരുപാട് കോസ്റ്റ് വരില്ല. ജസ്റ്റ് നമ്മുടെ പോസ്റ്റ് ചെയ്യുന്ന അവിടെ നിന്ന് ജസ്റ്റ് ഒരു 100-150 മീറ്ററിനുള്ളിൽ എല്ലാവർക്കും സർവീസ് വയർ ഓൾറെഡി കിട്ടുന്നതാണ്. അപ്പം അത് ജസ്റ്റ് മാറ്റുവാണെങ്കിൽ തന്നെ ഒരു പരിധി വരെയും അതിൽ നിന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അല്ലേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ സോളാർ ചെയ്യാൻ പുതിയതായിട്ട് പോകുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു വലിയൊരു പേടിയുണ്ട്, ഈ സാധനം വരുമ്പം ഇതെങ്ങനെ ഇരുത്തിയായി കിട്ടുമെന്നുള്ളത്. അപ്പോൾ പിന്നെ അതുകൂടാതെ തന്നെ വലിയൊരു പലരും പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഈ സബ്സിഡി എടുത്തു കളഞ്ഞു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു കേൾക്കുന്നത്, ഇതിൻ്റെ സിസ്റ്റം, അതായത് ഇപ്പോൾ ഓൺ ഗ്രിഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇതിന്റെ സിസ്റ്റം സർക്കാർ മാറ്റാൻ പോവുകയാണ് അല്ലേ. അങ്ങനെ അതിനെക്കുറിച്ച് ഒന്ന്. തീർച്ചയായും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡി ഇപ്പം നിർത്തത്തില്ല. അത് ഈ സോളാർ കമ്പനിക്കാരും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഒരു ക്യാമ്പയിനൊക്കെ ആക്കിയിട്ട് പെട്ടെന്ന് സബ്സിഡി അടുത്ത ഇപ്പം March 31 നിർത്തുമെന്നും പറഞ്ഞിട്ട് വലിയൊരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വർക്ക് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ പൈസ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് സോളാറൊക്കെ വയ്ക്കും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോളാർ എപ്പോഴും ഒരുപാട് പൈസ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് നമ്മളിപ്പം ബാങ്കിൽ നിന്ന് പിന്നെ നമ്മൾ പേഴ്സണൽ ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതെടുത്തിട്ട് സോളാർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലാഭകരമൊന്നുമല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലൊരു എമൗണ്ട് ഉണ്ട്, വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടെങ്കിൽ മാത്രം സോളാറിലേക്ക് ചെയ്യുമായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മളിത് ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതുള്ളൂ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിന് മാത്രം നല്ലൊരു എമൗണ്ട് പോകും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് സബ്സിഡിയുടെ സ്ലാബ് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ശരിക്കും പറഞ്ഞാൽ 3 കിലോവാട്ട് തൊട്ട് 10 കിലോവാട്ട് വരെ സബ്സിഡി ഉണ്ടായിരുന്നു. 10 കിലോവാട്ടിന് ഏകദേശം 1,18,000 രൂപ സബ്സിഡി ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് 2 കിലോവാട്ട് തൊട്ടിട്ട് നമുക്ക് 10 കിലോവാട്ട് വരെ സബ്സിഡി ഉണ്ട്. 2 കിലോവാട്ടിന് 60,000 രൂപ തൊട്ടിട്ട് 3 കിലോവാട്ടിന് 78,000. ഈ 78,000 തന്നെയാണ് 10 കിലോവാട്ട് ചെയ്താലും കിട്ടത്തുള്ളൂ. 3 to 10 കിലോവാട്ട് വരെ 78,000 മാത്രമാക്കി ചുരുക്കിയത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MNREയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിങ്ങിൽ അവർ പറയുന്നുണ്ട് 2027 വരെ ഈ സബ്സിഡി നിലവിലുണ്ടെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ 2029-2030 ആകുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന യൂണിറ്റിൻ്റെ 50% വരെ റിന്യൂവബിൾ എനർജിയിൽ നിന്ന് മാത്രമായിരിക്കണമെന്നും പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് ഒരിക്കലും 2027 ആയി കഴിഞ്ഞാൽ തീരാനുള്ള ചാൻസൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ പല രീതിയിൽ സ്ലാബ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചിലപ്പോൾ ഇനി 5 കിലോവാട്ടിന് ചിലപ്പോൾ സബ്സിഡി കുറയ്ക്കാം. ഇപ്പോൾ ഓൾറെഡി ഒന്ന് കുറച്ചുല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇനി കുറച്ച് ചിലപ്പോൾ 50,000, 45,000, 40 എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കുറഞ്ഞു വരാൻ ചാൻസസ് ഉണ്ടാവും. പക്ഷേ സബ്സിഡിയിൽ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ സബ്സിഡിയിൽ ഇപ്പം എല്ലാ പ്രൊഡക്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ഗുണം സാർ. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണോപ്പർക്ക് ഹാഫ് കട്ട് ടോപ്പ് കോൺ സീരീസ് എന്ന് പറഞ്ഞ പാനൽസ് ഉണ്ട് ബൈഫേഷ്യനിൽ. ഈ ടോപ്പ് കോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനൽസ് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ബൈഫേഷ്യൽ പാനൽ കഴിഞ്ഞിട്ട് ബൈഫേഷ്യലിൻ്റെ ഉള്ളതിന് അതിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ വന്നിരിക്കുന്നതാണ് ടോപ്പ് കോൺ സീരീസ്. ഈ ടോപ്പ് കോൺ സീരീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പഴയ പാനൽസൊക്കെ P-ടൈപ്പ് സെൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടോപ്പ് കോണിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന N-ടൈപ്പ് സെൽസാണ്. P-ടൈപ്പ് സെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോറോണാണ് കെമിക്കലായിട്ട് ആഡ് ചെയ്തത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ N-ടൈപ്പ് സെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോസ്ഫറസ് ആണ് ആഡ് ചെയ്തത്. അപ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ ലൈറ്റിലും അതുപോലെ ഹൈ ലൈറ്റിലും നമുക്ക് നല്ല എഫിഷ്യൻസി ഉണ്ടായിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. പക്ഷേ കസ്റ്റമർ അത് ചൂസ് ചെയ്യുമ്പോൾ ടോപ്പ് കോൺ ആണെന്ന് എടുത്ത് ചോദിച്ചിട്ട് ചൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി മോർ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഒരുപാട് റേറ്റ് ഡിഫറൻസ് ഒന്നും ഇല്ലാതെ സാറേ. ഇപ്പം നമ്മൾ ഈ മോണോപ്പർക്ക് ഹാഫ് കട്ട് ഇപ്പം നേരത്തെ പോളിക്രിസ്റ്റൈൻ പാനൽസ് ആയിരുന്നു. അത് ഓൾറെഡി എനിക്ക് വേണമെങ്കിൽ ഒരു 80-85% വരെയും ഇത് ഓൾറെഡി മാർക്കറ്റിൽ നിന്ന്
ഔട്ടായി. അല്ല ഞാനും പലപ്പോഴും പല കമ്പനികൾ പ്രൊഡക്ഷൻ വരെ നിർത്തിയത് ഞാൻ അറിഞ്ഞു. അതെ. അതപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ മോണോപ്പർക്ക് ഹാഫ് കട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മോണോപ്പർക്ക് ഹാഫ് കട്ട് കമ്പനികൾ എല്ലാവരും പ്രൊഡക്ഷൻ നിർത്തിയിരിക്കും ഓൾറെഡി. വളരെ കുറച്ച് കമ്പനികൾ മാത്രമാണ് അത് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ചെറിയ നോർമൽ പ്രൈസ് ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് കോസ്റ്റിലേക്ക് മാത്രമാണല്ലോ സാറേ. ടോട്ടലി ലാസ്റ്റ് കോസ്റ്റ് എത്രയാണോ അത് മാത്രം കൺസിഡർ ചെയ്തിട്ട് മാത്രം കസ്റ്റമേഴ്സ് ഇപ്പം കൂടുതലും ആൾക്കാർക്ക് വർക്ക് ക്ലോസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ മോണോപ്പർക്ക് ഹാഫ് കട്ടിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നുള്ളൂ. ചെയ്യുമ്പോൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എപ്പോഴും ബൈഫേഷ്യൽ ഇങ്ങനെ ചുരുങ്ങിയത് ചെയ്യണം. ടോപ്കോണിലേക്കൊന്നും പോയില്ലെങ്കിൽ ബൈഫേഷ്യൽ പാനലും ടോപ്കോണും മാത്രമായിരിക്കും ഇനിയുള്ള 2024 തൊട്ടിട്ട് അങ്ങോട്ട് ഉണ്ടായിരിക്കത്തുള്ളൂ. 100% ഷുവർ അത്. അപ്പോൾ ഈ ടോപ്കോണിനേക്കാളും വലിയൊരു ടെക്നോളജിന് വരാനുള്ള ചാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാട്ടേജ് കൂടാം. ഇപ്പോൾ 600 വാട്ട്സ് 50 വാട്ട്സ് ഒക്കെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നമുക്കൊരു 800 വാട്ട്സോ അല്ലെങ്കിൽ ഒരു 1 കിലോവാട്ടിന് 1 പാനൽ എന്നുള്ള രീതിയിൽ വരാം. അത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് വലിയ ഗുണം സാറേ. ഇപ്പം 3 സെന്റിന് 2 സെന്റിന് വീട് വെച്ചിരിക്കും, പാനലിന്റെ എണ്ണം കുറയും അല്ലേ. ഇപ്പം 3 സെന്റിന് വീട് വെച്ചിരിക്കുന്നവർക്കും എ സിയുടെ എണ്ണത്തിന് കുറവൊന്നും ഉണ്ടായിരിക്കും. 4 AC ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ചെറിയൊരു ഏരിയയിൽ ഇപ്പോൾ ഒരു 150-200 സ്ക്വയർ ഫീറ്റിൽ ഒരു 5 കിലോവാട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ആൾക്കാർ പാനലിന്റെ എണ്ണം നോക്കുന്നവരുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞാൽ ഒരിക്കലും നോക്കരുത്, വാട്ട്സ് മാത്രം നോക്കുക. നമ്മളൊന്നും നോക്കണ്ട, നമുക്ക് 1 കിലോവാട്ട് 1000 വാട്ട്സ് എന്ന് മാത്രം കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 5000 വാട്ട്സ് ആണെങ്കിൽ 5 കിലോ വാട്ട്. അപ്പം നമ്മൾ ഒരു പാനലിൽ 500 വാട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ 10 പാനൽ വെച്ച് കഴിഞ്ഞാൽ 5000 വാട്ട്സ് ആയി. ആ വാട്ട്സ് മാത്രം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യും. ചിലവർ 4-5 കിലോ വാട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേറെ രീതിയിലൊക്കെ നമുക്ക് കൺസിഡർ ചെയ്ത് നമ്മൾ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടേജ് മാത്രം കൂട്ടുക. പിന്നെ പ്രീമിയം പ്രൊഡക്ട്സും കൺസിഡർ ചെയ്യുക. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് ഇപ്പോൾ പ്രീമിയം DBകളൊക്കെ ഉണ്ട്. ഇപ്പോൾ DB തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ACDB DCDB ഉണ്ടായിരിക്കും. ACDB DCDB തന്നെ ലോ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഉണ്ട്. ഈ പാനലിൽ ഇൻവെർട്ടറിൽ മാത്രമല്ല, ആ DB ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചാറ്റമഴ പെയ്താൽ തന്നെ അതിൻ്റെ അകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ കയറും. ഇതിൻ്റെ അകത്ത് സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രാൻഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ 100% വാട്ടർ പ്രൂഫ് ആയിരിക്കും. അപ്പം ഈ ചെറിയ പ്രൊഡക്റ്റിലുള്ള വേരിയേഷൻസ് ഒന്നും കസ്റ്റമേഴ്സ് ഒരിക്കലും നോക്കരുത്. ഇപ്പോൾ തന്നെ കറണ്ട് ബില്ലൊക്കെ വന്നപ്പോൾ സാറ് കണ്ടില്ലേ, പലവരും പ്രൊഡക്ഷനും കാര്യങ്ങളും നോക്കില്ല. പിന്നെ വർക്കൊക്കെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ സാറേ ഒരു സൈറ്റൊക്കെ പോയി നോക്കാൻ പറയണം കസ്റ്റമേഴ്സിൻ്റെ. അതെ ഞാനത് പലപ്പോഴും പ്രൊഫർ ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ആരും വിശ്വസിക്കില്ല. നിങ്ങൾ അവർ ചെയ്തിട്ടുള്ള വർക്ക്സ് പോയി കാണുക. അതേപോലെ തന്നെ ആ വർക്ക്സ് പോയി കണ്ടിട്ട് പറ്റുമെങ്കിൽ അവരുടെ ഫോൺ നമ്പർ നിങ്ങൾ മേടിച്ചു വെച്ചോളൂ. എന്നിട്ട് ഇവരില്ലാത്തൊരു സമയത്ത് അവരൊന്ന് വിളിച്ചു, ഞാൻ അത് നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഇവരില്ലാത്ത സമയത്ത് നിങ്ങൾ വിളിച്ചു ചോദിക്കണം അവരത് എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ സർവീസ്, ഇവർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോ, കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തോ, ഇവർ ആഫ്റ്റർ സർവീസ് ഇവരുടെ എങ്ങനെയുണ്ട്. ഇത് ഞാൻ സോളാറുകാരന് മാത്രമല്ല, പൊതുവേ നിങ്ങൾ ഏത് വർക്ക് നിങ്ങൾ ഒരാൾക്ക് കൊടുക്കണം മുൻപ് ജസ്റ്റ് ഒരു റെഫറൻസ് എടുത്തിട്ട് കൊടുക്കുക. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഗ്രോസ് മീറ്ററിങ് നെറ്റ് മീറ്ററിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കഴിഞ്ഞ വർഷം നടന്ന ചർച്ചയൊന്നും അല്ലത്. 2020 ഫസ്റ്റത്തെ ഹിയറിംഗ് വരുന്നതിൻ്റെ. എപ്പോഴും ഒരു 2500 ഒക്കെ വരുന്നവർ മാത്രം, അതിൻ്റെ മുകളിലേക്കുള്ളവർ മാത്രം ചെയ്യുവാട്ടെ സാറേ. 1500 1000 ഒക്കെ വരുന്നവർ ലോൺ എടുത്തൊന്നും ഒരിക്കലും ചെയ്യരുത്. പ്രൊജക്റ്റ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏതൊരു കമ്പനിയുടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആളാണോ ആളിനെ അടുത്ത് ഡയറക്റ്റ് വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയണം. അടുത്ത സൈറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. അടുത്ത സൈറ്റ് ഉണ്ടെങ്കിൽ ആ സൈറ്റ് പോയിട്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ സാറ് പറഞ്ഞാൽ 10-15 പേരുടെ നമ്പർ വാങ്ങിച്ചിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ MNREയുടെ രജിസ്റ്റർ ചെയ്ത് എംബാൻഡ് ചെയ്ത കമ്പനികളാണെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നമുക്ക് സബ്സിഡി കിട്ടത്തില്ല. ട്യൂബ്ലാർ ബാറ്ററീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്നത് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. അതായത് റാക്ക് ടൈപ്പ് ഉണ്ട്, നമുക്ക് വാൾ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. അതായത് ഏതെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒതുക്കി വയ്ക്കാം. IQ7 IQ8 ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നേക്കുന്നത്. ഈ മോഡൽസ് എല്ലാവരും അതിനകത്ത് സപ്പോർട്ടാവും. അതായത് ഓൾറെഡി മൈക്രോ ഇൻവെർട്ടർ വെച്ച് സിസ്റ്റം ചെയ്തവർക്ക് ഹൈബ്രിഡിലേക്ക് മാറണമെങ്കിൽ ആ ബാറ്ററി ബാക്കപ്പ് സിസ്റ്റം മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, ഡസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ക്ലീൻ ചെയ്യണം. പക്ഷേ ഈ സാറ് പറഞ്ഞ കണക്ക് എല്ലാ ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ മുകളിൽ കയറി ക്ലീൻ ചെയ്യലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സ്വിച്ച് ഇട്ട് അത് ഓണാക്കേണ്ട ആവശ്യമില്ല ശരിക്കും. അതായത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ടൈമർ വെച്ചെടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രോസസ്സ് നടന്നോളൂ. ഇപ്പോൾ വേണമെങ്കിൽ രാവിലെയും ഒന്ന് ക്ലീൻ ചെയ്യാൻ പറയുക, വേണം വൈകുന്നേരം ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ ഇവരെല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ചെയ്തിട്ടുണ്ടാവും. പീരിയോഡ് ക്ലീനിങ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കേണ്ടത് നിങ്ങൾ ഷാമ്പു വെച്ച് ഉപയോഗിക്കട്ടെ, വേറെ കെമിക്കൽസ് യൂസ് ചെയ്യണമെന്നൊക്കെ. അങ്ങനെ ഒന്നും യൂസ് ചെയ്യരുത്. ഇതിൻ്റെ എഡ്ജൊക്കെ ഇല്ലേ സാറേ, അത് പാനലിൽ കൊണ്ടിട്ട് സ്ക്രാച്ച് ആവാതെ നോക്കും. അപ്പോൾ ഓരോ പാനൽസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു ആക്സസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സൈഡിൽ നിന്നും നമുക്ക് തന്നെ ഒരു മാൻ പവർ ഉപയോഗിച്ചിട്ട് ആൾക്ക് തന്നെ ഡയറക്റ്റ് ക്ലീൻ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഈ മൈക്രോ ക്രാക്കും ഈ സ്ക്രാച്ചൊക്കെ കാണുന്നത്. ആ സമയത്ത് വാറണ്ടി ക്ലെയിം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫിസിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല.